നമസ്കാരം, ഞാൻ ദിനേശാണ്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആ കമൻറ്റുകളിൽ ഓരോ ചോദ്യങ്ങളുണ്ടാവും, സംശയങ്ങളുണ്ടാവും. അതാണിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ. അടീനിയത്തിൻ്റെ വീഡിയോ തന്നെയാണ്. ഈ അടീനിയത്തിൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ ടോപ്പ് ഭാഗം, ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കടഭാഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ നീക്കുന്നത് കേട്ടോ. കടഭാഗം നല്ല ബൾജായിട്ടുള്ളല്ലേ, ഞാൻ മുന്നേ കാണിച്ചെന്നുള്ളൊരു ചെറിയ കവറാണ്. ഞാൻ ഇവിടെ ടോപ്പ് പ്രൂൺ ചെയ്തിട്ട് ഇതിനെ 3 കൊമ്പാക്കി, വീണ്ടും ഓരോ തവണയും പ്രൂൺ ചെയ്തിട്ട് ഇത് ഈ കൊമ്പുമ്മ 2, ഈ കൊമ്പുമ്മ 2, ഈ കൊമ്പുമ്മ 3 മുളകൾ വന്നു, ഇതുമൊന്നും വരും. അങ്ങനെ ബ്രാഞ്ചസ് ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ താഴ്ത്തി കട്ട് ചെയ്യണ പരിപാടിയുണ്ട് അടീനിയത്തിൻ്റെ പ്രൂണിങ്. ഇതൊരു മാരകമായ പ്രൂണിങ്ങാണ്. അപ്പോൾ ഈ അടിയിലെ ഈ ഭാഗത്തിനാണ് നമ്മൾ കോഡക്സ് എന്ന് വിളിക്കുക. ഈ നല്ല വണ്ണുള്ള വേര് കിഴങ്ങ് പോലുള്ള ഒരു ഭാഗമാണ് കോഡക്സ്. അപ്പോൾ ഇപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചത്, ഞാൻ വളരെ താത്തി കട്ട് ചെയ്തു, മുകളൊന്നും വന്നില്ല എന്ന്. കട്ട് ചെയ്യുന്ന സ്ഥലം വളരെ ശ്രദ്ധിക്കണം. ഈ കോഡക്സിൻ്റെ മേലെ കോഡക്സ് കിഴങ്ങ് പോലെ ഈ ബൾജായി നിൽക്കുന്ന ഭാഗം കഴിയുന്നതോടുകൂടി കട്ട് ചെയ്താൽ അവിടെ ഇലമുകുളങ്ങൾ വരാനുള്ള അല്ലെങ്കിൽ കൊമ്പുകൾ വരാനുള്ള നോഡുകൾ ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്താൽ പിന്നെ അവിടുന്ന് മുകുളങ്ങൾ വരില്ല. ആ കിഴങ്ങ് പോലുള്ള ഭാഗം അങ്ങനെ നിൽക്കും, ചിലപ്പോൾ വർഷങ്ങളോളം നിൽക്കും. അതുകൊണ്ട് മുകളൊന്നും വരില്ല, ചിലപ്പോൾ അങ്ങനെ തന്നെ ഡ്രൈ ആയ കണ്ടീഷനിൽ നിൽക്കും. ഒരു ചെറിയ പൊടിക്കാനുള്ള സാധ്യത തേടി ആ ചെടി അങ്ങനെ നിൽക്കും. അപ്പോൾ എവിടെയാണോ നിങ്ങൾ മുറിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഇങ്ങനത്തെ കോഡക്സ് നല്ല വണ്ണായിട്ടുള്ള ഒരു ചെറിയ ചെടിയാണ് എങ്കിൽ അത് മുറിക്കേണ്ടത് ഒരിക്കലും അടിവെച്ച് മുറിക്കരുത്. ഏറ്റവും അടിവെച്ച് താത്തി മുറിക്കാം, അത് എത്ര എക്സ്പീരിയൻസ് ആണെങ്കിൽ. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് മുകളിൽ ഈ സ്ഥലം വെച്ച് മുറിക്കുക. ഈ സ്ഥലം വെച്ച് മുറിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ? ഇനി മുറിക്കണ്ട, ഒരു വരട്ട് കൊടുത്താൽ മതി, നല്ല കട്ടിയിൽ ഒരു വരട്ട് കൊടുത്താൽ. അങ്ങനെ വരട്ട് കൊടുത്താൽ എന്താ മനസ്സിലാവുക വെച്ചാൽ, ഇതിൻ്റെ എവിടെയാണോ പൊടിക്കാൻ സാധ്യതയുള്ളത് അവിടെ നിന്ന് ചെറിയ മുകുളങ്ങൾ മെല്ലെ വരാൻ തുടങ്ങും. അപ്പോൾ ഇപ്പം ഇവിടെ ഞാൻ വിരൽ പിടിച്ച സ്ഥലത്താണ് ഞാൻ വരട്ടത്, റിങ് പോലെ ഇട്ട് കൊടുത്തു, ഒരു വരട്ട് കൊടുത്തു എങ്കിൽ ഇവിടെ നിന്നും അടിഭാഗത്തിൻ്റെ അതുവരെ ഭാഗങ്ങളിൽ നിന്നൊക്കെ പൊടിപ്പ് വരാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഏറ്റവും അടിയിൽ വെച്ച് കട്ട് ചെയ്യണം ഈ പിന്നെ എന്താ പറയുക, നമ്മൾ അറബിക്കൻ പോലെ സ്റ്റൈൽ ആക്കണം എന്നുള്ള ആളുകൾക്ക് എത്ര പൊടിപ്പ് വന്നോ നോക്കുക. പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് വെക്കുക. പൊടിപ്പ് വന്നാൽ കവർ കട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക് കവർ, ബ്ലാക്ക് കവർ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് കൊടുത്താൽ എവിടെ നിന്നൊക്കെ പൊടിപ്പ് വരാനുള്ളതൊക്കെ വരാൻ തുടങ്ങും. ആ വരാൻ തുടങ്ങിയിട്ട് ഏറ്റവും താഴെയുള്ള പൊടിപ്പില്ലേ, ഇപ്പം ഏകദേശം ഏറ്റവും താഴെ ഇവിടെയാണ് പൊടിപ്പ് വന്നതെന്ന് കരുതുക. ഇവിടെയാണ് പൊടിപ്പ് വന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് നിങ്ങൾ മുറിച്ച് കളഞ്ഞോളൂ. എന്നിട്ട് ഫംഗസിൻ്റെ മരുന്നൊക്കെ തേച്ച് വെച്ചാൽ അപ്പോൾ പിന്നെ ഏറ്റവും താഴത്തെ പൊടിപ്പ് പൊന്തി വരുന്ന ഉറപ്പായില്ലേ. അത് ചെയ്യാതെ ഒരിക്കലും ഡയറക്റ്റായിട്ട് അടിഭാഗത്ത് ഇത് കട്ട് ചെയ്യരുത്. ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഒരു അടീനിയം ചെടി നിങ്ങൾ ആദ്യമായിട്ട് പ്രൂൺ ചെയ്യുന്ന ആളുകളാണ്, ഹാർഡ് പ്രൂണിങ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കോഡക്സിനോട് അടുപ്പിച്ച് കട്ട് ചെയ്യരുത്. മോൾ ഭാഗം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ പൊടിപ്പുകൾ വരും. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് പൊടിപ്പുകൾ വന്നേ നോക്കിയിട്ട് അതിനനുസരിച്ച് താത്തി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുത്താൽ ചെയ്യാം. അപ്പോൾ ഈ ചെയ്ത ആൾക്ക് പൊടിപ്പ് വന്നിട്ടില്ലെങ്കിൽ ആ ചെയ്തത് എവിടെയാണെന്നുള്ള ഫോട്ടോ അയച്ചു തരിക. അല്ലെങ്കിൽ ഡൗട്ടുള്ള ആളുകൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോട്ടോ മുറിക്കുന്നതിൻ്റെ മുന്നേ ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഫസ്റ്റ് ഹാർഡ് പ്രൂണിങ്ങിന് ടോപ്പും കവറിടലും, പിന്നെ ഈ കാര്യം. പിന്നെ അതിലെ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു, പ്രൂൺ ചെയ്ത ഉടനെ യൂറിയ കൊടുക്കാൻ പറ്റുമെന്ന്. പ്രൂൺ ചെയ്ത ഉടനെ യൂറിയ കൊടുക്കേണ്ട, ഒരു രാസവളം ഒരു വളം കൊടുക്കേണ്ട. കാരണം ഈ മുറിവായിലേക്ക് വളം എന്ത് തട്ടിയാലും, ജൈവവളമായാലും രാസവളം തട്ടിയാലും അത് ഫംഗസ് വരാനോ അഴുകാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മുറിച്ച് അവിടെ മുറിൻ്റെ ഉള്ളിലത്തെ ഒരു ലിക്വിഡ് വരുന്നത് നിങ്ങൾ പിന്നെ പ്ലാസ്റ്റിക് കവറിട്ട് മൂടിയിട്ടാണ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇട്ട് കുറേ ദിവസം വയ്ക്കാം. അല്ല മുറിച്ച് അതിൻ്റെ ലിക്വിഡ് പോവുകയാണെങ്കിൽ അവിടെ ഒരു പഞ്ഞി ഉപയോഗിച്ച് തുടച്ചിട്ട് പഞ്ചിസൈഡ് തേച്ചിട്ട് ഉണക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് 2, 3, 4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വളം കൊടുത്താൽ മതി. കൊടുക്കുമ്പോൾ ആദ്യം ഒന്നും മുകളിൽ പ്രയോഗിക്കരുത്. കാരണം പ്ലാസ്റ്റിക് കവറിങ് ഇടാത്ത ചെടിയാണെങ്കിൽ അവിടേക്ക് മുറിവായിൽ തട്ടി കേടുവരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് കൊടുത്താലും മതി. കടക്കിലും സ്പ്രേ ചെയ്യാം. പക്ഷേ മുറിച്ച ഉടനെ ഒരു 3 ദിവസത്തേക്ക് കടക്കിലും ചെയ്യേണ്ട, മുകളിലും നിങ്ങൾ സ്പ്രേ ചെയ്യേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്തോളൂ. അവരോട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. പിന്നെ ഓരോ കാര്യമുള്ളൂ, ഈ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർ അടീനിയം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലായിടത്തേക്കും നിങ്ങൾക്ക് അയച്ചു കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.